CPIM നേതാവ് CS സുജാത കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീമതി സുജാത, ഈ ബൈബിളിലൊക്കെ കണ്ടിട്ടുണ്ട് കൂട്ടം തെറ്റിയ ഒരാടിനായി അന്വേഷിക്കണം എന്നൊക്കെ പറയുന്നുള്ള ബൈബിൾ സാഹിത്യം. അതിന് സമാനമായ രീതിയിൽ ഏതൊരു മലയാളിക്കും അഭിമാനം ഉണ്ടാകുന്ന തരത്തിലേക്കാണ് നവോത്ഥാന കേരളം ഒരിക്കൽ കൂടി ഉണർന്ന് പ്രവർത്തിച്ചത്. ഇതര സംസ്ഥാനത്തുള്ള ഒരു കുട്ടി എന്ന് കഴുകി കൈ മലർത്തുകയല്ല ചെയ്തത്, അത് മുമ്പും അതെ. ഇപ്പോൾ ഒരു സിസ്റ്റം മുഴുവൻ, കേരള സംസ്ഥാനത്തിൻ്റെ ഒരു സിസ്റ്റം മുഴുവൻ ആ കുട്ടിക്ക് വേണ്ടി നിന്നതുപോലെയാണ് തോന്നിയത്. അതുമാത്രമല്ല, പോലീസിൻ്റെ പരിശോധനകൾ, ഒടുവിൽ മലയാളി അസോസിയേഷനാണ് ഈ കുട്ടിയെ വിശാഖപട്ടണത്ത് നിന്ന് കണ്ടെത്തുന്നതും. ഈ ശ്രമം അത് ശ്ലാഘനീയമാണ്, പ്രത്യേകിച്ച് സർക്കാരിൻ്റെ, പോലീസിൻ്റെ. തീർച്ചയായിട്ടും വലിയ ആശ്വാസമാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ആശങ്കയുടെ ഒരു 37 മണിക്കൂർ, കാരണം വലിയ തോതിലുള്ള പ്രയാസവും സങ്കടവും അന്യ സംസ്ഥാനത്തുള്ള ഒരു കുഞ്ഞിനെ കാണാതായപ്പോൾ നമുക്കെല്ലാം ഉണ്ടായി. പക്ഷെ നമ്മുടെ ഗവൺമെന്റ്, കേരള പോലീസ് യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള അന്വേഷണം ഇതിന്റെ ഭാഗമായി നടത്തി. യഥാർത്ഥത്തിൽ ഇപ്പോ മലയാളി അസോസിയേഷൻ ഇപ്പൊ രാവിലെ ഈ ചർച്ചയ്ക്ക് വിളിക്കുന്നതിന് തൊട്ടു മുമ്പാണ് വിശാഖപട്ടണത്ത് നിന്ന് മലയാളി അസോസിയേഷന്റെ പ്രധാനപ്പെട്ട ആളായിട്ടുള്ള ഞങ്ങളുടെ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള ശ്രീ മുരളി വിളിച്ചിരുന്നു. കാരണം കുട്ടിയെ, അതായത് അവരെല്ലാവരും മലയാളി അസോസിയേഷൻ ഈ അന്വേഷണത്തിന് വേണ്ടി ഏറ്റവും നല്ല എഫർട്ട് അവരുടെയൊക്കെ നേതൃത്വത്തിലാണ് കുഞ്ഞിനെ കണ്ടെത്തിയത്. അതിൽ ഗവൺമെന്റ് എടുത്ത നടപടി, പോലീസിന്റെ ഭാഗത്തുള്ള ഏറ്റവും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം, അതെല്ലാം കൊണ്ട് തന്നെ വളരെ ആശ്വാസമാണ് കേരളത്തിനുണ്ടായിട്ടുള്ളത്. കാരണം കഴിഞ്ഞ ഒരു 37 മണിക്കൂറായിട്ട് നമുക്കുണ്ടായ ഒരു വിഷമവും സങ്കടവും ചെറുതല്ല. പക്ഷെ ഒരു കുഞ്ഞിനെ കാണാതായപ്പോൾ തന്നെ നമ്മുടെ സിസ്റ്റം മുഴുവൻ അലർട്ടായി. അതാണ് നമ്മൾ പറയില്ലേ, മഹത്തായ നമ്മുടെ സംസ്ഥാനം, നമ്മുടെ കേരളം, നവോത്ഥാന കേരളം. ശരിക്കും അല്ലാതെ ഇപ്പൊ ഒരു കുഞ്ഞിനെ കാണാതായി അത് എപ്പോഴെങ്കിലും നോക്കിയെടുക്കാം, എങ്ങനെയല്ലല്ലോ ചിന്തിച്ചത്. കാരണം ഈ കാര്യങ്ങളിലൊക്കെ നമ്മളിപ്പോ ഒരുപാട് പല കാര്യങ്ങളും നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ചെറിയ എന്തെങ്കിലും ഒരു ഇത് വന്നാൽ വലിയ തോതിൽ പർവ്വതീകരിച്ച് ആക്ഷേപങ്ങളെല്ലാം ചൊരിയുന്ന പല ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം, നമുക്ക് നല്ല വിശ്വാസമുണ്ട്, നമ്മുടെ പോലീസിനെ വിശ്വാസമുണ്ട്, അതിനെ നിയന്ത്രിക്കുന്ന നമ്മുടെ സംവിധാനത്തെ ഇതുണ്ട്, ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ഗവൺമെന്റ്. എന്തായാലും വളരെ അലർട്ടായി കുഞ്ഞിനെ എന്തായാലും നമുക്ക് തിരിച്ചു കിട്ടി. അതിന്റെ രക്ഷകർത്താക്കളോടും കുഞ്ഞ് സംസാരിച്ചു. അങ്ങനെ എല്ലാ നിലയിലും നമുക്കൊരു ആശ്വാസം പകരുന്ന വാർത്തയാണ് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും ശ്രീമതി CS സുജാത, ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഈ കുട്ടിയെ ഇത്രയേറെ ജാഗ്രതയോടു കൂടി പോലീസ് പിന്തുടർന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും റാക്കറ്റുകളുടെ ഒക്കെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ വളരെ അപകടകരമായ സാഹചര്യമുണ്ട്. ഇത് ഒരു ഇതര സംസ്ഥാനത്ത് വളരെ സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഭാഗമായി മാത്രം നടക്കുന്നതല്ല. നമ്മുടെ കേരളത്തിലടക്കം മറ്റ് സംസ്ഥാനങ്ങളിലടക്കം ഇത്തരത്തിലൊരു സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട്. കാരണം ഈ റാക്കറ്റുകളൊക്കെ, അപ്പോൾ അതുകൊണ്ട് അവരുടെയൊക്കെ കണ്ണിൽ പെടാതെ, അവരുടെ ഒന്നും കയ്യിൽ പിടിക്കപ്പെടാതെ പോകുന്നതിന് വേണ്ടി കുട്ടികളെ കൂടുതൽ ആരോഗ്യവത്താക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം കേരളത്തിനുണ്ട്. പക്ഷെ അത് കൂടുതൽ ശക്തിപ്പെടുത്തുകയും ഒക്കെ ചെയ്യേണ്ടതിൻ്റെ അനിവാര്യതകളല്ലേ ഈ ഘട്ടങ്ങളിൽ നമുക്ക് ബോധ്യമാകുന്നത്? തീർച്ചയായിട്ടും. നമ്മളിപ്പോ കണക്കുകളെല്ലാം പുറത്തു വരുന്നുണ്ട്. കാണാതാകുന്ന പെൺകുഞ്ഞുങ്ങളുടെ എണ്ണം ഇന്ത്യ രാജ്യത്ത് കൂടിക്കൊണ്ടിരിക്കുന്നു. അതെ, ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ്. അത് ഒന്നും രണ്ടും ഒന്നല്ല, ലക്ഷക്കണക്കിന് വരുന്ന കുഞ്ഞുങ്ങളെ രാജ്യത്ത് കാണാതാകുന്നുണ്ട്. അതിനെ സംബന്ധിച്ചൊക്കെ തന്നെ പലപ്പോഴും ചർച്ചകളൊക്കെ ഉയർന്നു വരുന്നുവെങ്കിലും എവിടെയും എത്താതെ പോകുന്നു. ഇവിടെയാണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഗവൺമെന്റ്, നമ്മുടെ സ്റ്റേറ്റ് കൊടുക്കുന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണം, അല്ലെങ്കിൽ കൃത്യമായ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് വന്നത്. അങ്ങനെ നമ്മളതിനെ വിടാതെ പിന്തുടർന്നുകൊണ്ടാണ്, പോലീസ് വിടാതെ പിന്തുടർന്നുകൊണ്ടാണ് അത് പോയ ട്രെയിൻ, അത് സഞ്ചരിച്ച റൂട്ട്, അതെല്ലാം വളരെ കൃത്യമായി അത് നമ്മൾ നല്ലൊരു ഫോളോ അപ്പ് അതിന്റെ പിന്നിൽ നടത്തിയതെന്ന് മാത്രമാണ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. കാരണം അല്ലെങ്കിൽ അങ്ങ് പറഞ്ഞതുപോലെ ഒരുപാട് റാക്കറ്റുകൾ നമ്മുടെ രാജ്യത്തുണ്ട്, പല സംസ്ഥാനങ്ങളിലുമുണ്ട്. അതിനകത്തിലൊക്കെ ചെന്ന് പെട്ടുപോയാൽ ഉണ്ടാകുന്ന അവസ്ഥ നമുക്ക് സങ്കല്പിക്കാൻ കഴിയത്തില്ല. നമുക്ക് യഥാർത്ഥത്തിൽ നമുക്ക് ഇപ്പോ അന്യസംസ്ഥാനത്തെ ഒരു കുഞ്ഞിന് നേരത്തെ ഉണ്ടായ ഒരു ദുരന്തം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ ഒരു കുഞ്ഞിനെ കാണാതെ വന്നാൽ നമുക്ക് വല്ലാത്ത സങ്കടവും പ്രയാസവുമാണ്. ഇത് വളരെ നമുക്ക് വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ഈ കുട്ടികളുടെ ഇന്നിപ്പോ ഒരുപാട് സംവിധാനമുണ്ട്. കുഞ്ഞുങ്ങളെ കാണാതായാൽ വേഗം കണ്ടുപിടിക്കാൻ, പരാതിപ്പെടാൻ, ഇതെല്ലാം ഉള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടപ്പോഴും ഇത്തരത്തിലുള്ള ഇങ്ങനെ ഈ രൂപത്തിലുള്ള നിലയിലേക്ക് പോകുന്നു. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തിയതോടെ വളരെ ഗൗരവത്തോടെ തന്നെ നമ്മൾ ഇതിനെ കാണുകയും
മേലിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാതെ നമുക്ക് നോക്കാനും കഴിയണം. അതിന് ഒരാൾ മാത്രം വിചാരിച്ചാൽ കഴിയില്ല. എല്ലാവരും ചേർന്നുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മുൻകരുതലും വേണം. കാരണം ഒരു വിഷയം വന്നു കഴിയുമ്പോഴായിരിക്കും നമ്മൾ പറയും ഇങ്ങനൊരു സംഭവം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ എന്തായാലും ഇപ്പോ 13 വയസ്സുള്ള ഒരു കുഞ്ഞിനെ നമുക്ക് തിരിച്ചു കിട്ടി. അന്യസംസ്ഥാനത്തെ കുട്ടിയാണെങ്കിലും കൃത്യമായി തന്നെ ഗവൺമെന്റ് ആ കാര്യത്തിൽ മുൻകൈയെടുത്തു. നമ്മുടെ പോലീസ് വളരെ മാതൃകാപരമായി പ്രവർത്തിച്ചു. ഏറ്റവും നന്നായി കുഞ്ഞിനെ കണ്ടെത്തിന് വേണ്ടി പ്രവർത്തിച്ച മലയാളി അസോസിയേഷനെയും പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. ശരി, വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന് ശ്രീമതി CS സുജാത.